പിങ്ക്ലുങ്കിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെയും സ്റ്റോക്സിനെയും കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ്സ് വാട്ട് വിൽ കവർ ഇൻ ദിസ് വീക്സ് ഫിനാൻസ് ഫ്രൈഡേ. മുമ്പ് പറഞ്ഞ പിങ്ക്ലുങ്കി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയി ഞാൻ 2019 നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് സങ്കല്പിക്കുക. 0 ഫോളോവേഴ്സും വട്ടപൂജ്യം റവന്യൂ ഉള്ള പിങ്ക്ലുങ്കിയിൽ നിങ്ങൾ 1000 രൂപയ്ക്ക് 100 ഷെയർസ് വാങ്ങി. സോ ദ കോസ്റ്റ് യു പെയ്ഡ് പെർ ഷെയർ ഇസ് 10 rupees. കട്ട് ടു 2024. പിങ്ക്ലുങ്കിക്ക് 150,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, റവന്യൂ ഉണ്ട്. And since the company is on a growth path, the value of the company increases. And therefore, the value of your shares in the company also increases. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് നിങ്ങളുടെ 100 ഷെയർസ് 5000 രൂപയ്ക്ക് വാങ്ങിക്കാൻ റെഡിയാണെന്ന് പറയുന്നത്. And because there's somebody ready to buy those shares at 50 rupees each, you make a killer profit. ഇത് തന്നെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർസ് അഥവാ സ്റ്റോക്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയുടെ പാർഷ്യൽ ഓണർഷിപ്പ് ആണ് കിട്ടുന്നത്. കമ്പനി വളരുമ്പോൾ അതിന്റെ സ്റ്റോക്സിന്റെ മൂല്യവും കൂടും. മെയിൻലി ബിക്കോസ് പീപ്പിൾ ബിലീവ് ദാറ്റ് ദ കമ്പനി ഈസ് ഗോയിങ് ടു ഗ്രോ ആൻഡ് ആർ വില്ലിംഗ് ടു പേ എ ഹയർ പ്രൈസ് ഫോർ ദ സ്റ്റോക്ക്. ആൻഡ് ദിസ് ബ്രിങ്സ് അപ്പ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും: ഇൻട്രിൻസിക് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയറിന് എത്ര വിലയാണോ കാണിക്കുന്നത് അതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ്. മുമ്പ് പറഞ്ഞ പിങ്ക്ലുങ്കി എക്സാമ്പിളിൽ നിങ്ങൾ 50 രൂപയ്ക്ക് ഷെയർ വിറ്റപ്പോൾ 50 രൂപയാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ്. The intrinsic price on the other hand is the actual value of the share. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല രീതികളുമുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് ഫെയർലി കോംപ്ലെക്സ്. സോ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ അതിന് കൊടുക്കുന്നത് അതിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ്. ഏതൊരു മാർക്കറ്റിലെ പോലെയും സ്റ്റോക്ക് മാർക്കറ്റിലും ദ പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്കിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും, പക്ഷേ അത് ഉള്ളവർക്ക് അത് വിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. സോ സപ്ലൈ ഇസ് ലിമിറ്റഡ്, സോ ദ പ്രൈസ് ടെൻഡ്സ് ടു ബി ഹയർ. And the opposite happens for a bad company. Sagalam complicated topic ayadondu we'll continue the next part. If you have any doubts or queries, please feel free to comment and I will try to clear them.